കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കണം. ഒരു പ്രതിഫലം ഉണ്ടാകും, നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. പ്രിയ സഹോദരങ്ങളെ, പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കണമെങ്കിൽ യഹോവ ഭക്തിയോടെ ഇരിക്കണം. ഒരു പ്രതിഫലം ഉണ്ടാകും, ഉറപ്പായിട്ട് പറയുക. മാത്രമല്ല, യഹോവ ഭക്തനാണോ അവന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണം ഉണ്ടാകും. യഹോവ ഭക്തന്മാരുടെ പ്രാണങ്ങളെ ദൈവം കാക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പേൻ. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവം, നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്ന ദൈവം. അനേക ശക്തികൾ നമുക്കെതിരെ വന്നാലും വെല്ലുവിളിച്ചാലും തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ നാല് സൈഡിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൂതന്മാരുണ്ട് കേട്ടോ. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നീയോ എനിക്ക് ചുറ്റും പരിചയും പലകയും ആകുന്നു. ദാവീദ് പറയാം, ചുറ്റും എല്ലാ സൈഡിലും ദൈവം നമുക്ക് പരിചയമായി നിന്ന് കഴിഞ്ഞാൽ ഏത് ശക്തിക്കാണ് നമ്മളെ തോൽപ്പിക്കാൻ പറ്റുന്നത്? ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ലെന്ന് ഇന്ന് പകൽ ഒന്ന് തിരിച്ചറിയാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. നമ്മുടെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമല്ലേ? മരിച്ച സകല വിഷയങ്ങളെയും ജീവിപ്പിക്കാൻ എൻ്റെ കർത്താവിന് ഒറ്റ സെക്കൻഡ്, 4 ദിവസമായതിനെയും 18 സംവത്സരമായതിനെയും 12-നെയും 38-നെയും ഒക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് എഴുന്നേൽപ്പിച്ചൊരു കർത്താവില്ലേ? യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നമ്മുടെ അകത്തേക്ക് വെളിപ്പെടുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവമഹത്വം നിന്റെ അകത്ത് വെളിപ്പെടുത്തും. ലോകത്തിൽ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയാതെ വണ്ണം ദൈവമഹത്വം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല. കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തു. ഗമനത്തെയും ആഗമനത്തെയും പ്രാണനെയും പരിപാലിക്കുന്ന ഇസ്രായേലിൻ്റെ പരിപാലകൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ കുടുംബത്തിൻ്റെ കൂടെയുണ്ട്. നിന്നെ നടത്താൻ എന്നും അവിടത്തേക്ക് കഴിയും. മാനുഷിക കരങ്ങളൊക്കെ ബലഹീനമായി പോയപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞ കരങ്ങളും പ്രിയരെ പിൻവലിച്ചപ്പോൾ കുറുകിപ്പോകാത്ത ഒരു കരം എൻ്റെ കർത്താവിനുണ്ട്. മന്ദമാകാത്ത ഒരു ചെവിയുണ്ട്. വിശ്വസിക്കോ? അതുകൊണ്ട് തിരുവെഴുത്തിങ്ങനെ പറയുന്നു, എൻ്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് തിരിച്ചു മടക്കുന്നവൻ ആര്? ഞാൻ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലം ആക്കുന്നതാര്? ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ കരം തൻ്റെ ജനത്തിനു വേണ്ടി നീട്ടിയിരിക്കുന്നു. ഏത് കരം? ഉയർന്നിരിക്കുന്ന കരം, വീര്യം പ്രവർത്തിക്കുന്ന കരം, ശ്രേഷ്ഠമായ ഭുജം. ചെങ്കടൽ വിഭജിക്കുവാൻ മോശയുടെ ഭുജത്തിന്മേൽ ഇറങ്ങി വന്ന മഹത്വമുള്ള ആ ഭുജം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി നീട്ടിയിരിക്കുന്നു. നീട്ടുമെന്നല്ല, നീട്ടിയിരിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് മൂവ് ചെയ്യൂ. വിശ്വസിച്ചുകൊണ്ട് ആ വിഷയങ്ങളിലേക്ക് നടന്നെടുക്കൂ. ദൈവത്തിൻ്റെ കരം ഇതാ ഇറങ്ങിയിരിക്കുന്നു. ധൈര്യത്തോടെ പറ, ഞാനത് കാണുന്നു. വിശ്വാസത്താൽ വിളിച്ചു പറ, ഞാനത് കാണുന്നു. ആ കരം എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അത് നീട്ടിയിരിക്കുന്നു. എൻ്റെ തലമുറകളുടെ മേൽ, എൻ്റെ ശരീരത്തിൻ്റെ മേൽ, എൻ്റെ മിനിസ്ട്രിയുടെ മേൽ വിശ്വസിക്കുന്നവർ ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം 18-ാം വാക്യം. അവർക്ക് പാപമോചനവും
എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കാനും അവരെ ഇരുളുന്ന വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാൻ ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. സംഭവം നമുക്കെല്ലാം അറിയാം. അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പൗലോസ് നിൽക്കുകയാണ്. തന്നെ തകർക്കുവാൻ അനേക ശക്തികൾ നോക്കിയപ്പോഴും താൻ കൈസറുടെ മുമ്പിൽ അഭയം പ്രാപിക്കാൻ തീരുമാനിച്ചു. ആ സമയത്തിനു മുമ്പ് തന്നെ വിസ്തരിപ്പാൻ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. പൗലോസ് പറയുന്ന കാര്യങ്ങൾ വളരെ സത്യമാണ്. തന്റെ ജീവിതത്തിലുണ്ടായ സകല കാര്യങ്ങളും താൻ ഈ അധ്യായത്തിൽ തുറന്നു പറയുകയാണ്. തന്റെ നടപ്പിനെ പറ്റി താൻ പറയുന്നു. മാത്രമല്ല, ദൈവജനത്തെ താൻ ഉപദ്രവിക്കാൻ പോയത്, നസറേനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിച്ചത്, അധികാരപത്രം മഹാപുരോഹിതന്മാരോട് വാങ്ങി വിശുദ്ധന്മാരെ തടവിലാക്കിയ കാര്യങ്ങൾ, അവരെ നിഗ്രഹിച്ച സമയത്ത് അവർക്കെല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുവാൻ പൗലോസും ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് ഞാൻ യാത്ര ചെയ്യുകയാണ്. അഗ്രിപ്പാവിനോട് നട്ടുച്ച സമയത്ത് വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടോ? അഗ്രിപ്പ രാജാവേ, ഞാൻ അധികാരത്തിന്റെ പത്രവുമായി മുമ്പോട്ട് പോയപ്പോൾ സകലത്തിന്മേലും അധികാരമുള്ള, സകലത്തെയും കാൽ കീഴാക്കിയ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന്റെ ഒരു പ്രകാശം, അതും നട്ടുച്ചയ്ക്ക് സൂര്യന്റെ പ്രകാശത്തെ വെല്ലുന്ന ഒരു പ്രകാശം ഞങ്ങളെ ചുറ്റുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ എൻ്റെ പേര് വിളിക്കുന്നു, ശൗലേ ശൗലേ, മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നതെന്ത് എന്ന് ചോദിച്ചു. എബ്രായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, എങ്കിലും നീ എഴുന്നേറ്റ് നിവർനിൽക്ക. നീ എന്നെ കണ്ടതിനും ഞാൻ നിനക്ക് പ്രത്യക്ഷമായിരിക്കുവാൻ സാക്ഷിയായി നിയമിക്കാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. എന്നിട്ടാണ് പറയുന്നത്, താൻ പറഞ്ഞ സാക്ഷ്യം, ജനത്തിന്റെയും ജാതിയുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അനേക ശക്തികൾ പൗലോസിനെതിരെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൂട്ടുകെട്ടുണ്ടാക്കി തകർക്കാൻ നോക്കി, ശപഥം ചെയ്തു 40 പേർ. അത് തൊടാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. അനേക ശക്തികളുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും, ജാതികളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്തിനാണ്? അതാണ് നമ്മുടെ കുറിവാക്യം. അവർക്ക് പാപമോചനവും വിശ്വാസത്താലുള്ള ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് കർത്താവിനെ തിരഞ്ഞെടുത്തു. പാപത്തിന്റെ മോചനം കൊടുക്കാൻ, വിശ്വാസത്തിൽ വിശുദ്ധന്മാരുടെ അവകാശം പ്രാപിക്കാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഇനി അടുത്ത ഭാഗം നോക്കണമേ. അവരുടെ കണ്ണ് തുറക്കാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എന്തിനാ നമ്മളെ തിരഞ്ഞെടുത്തത്? ഇരുട്ടിൽ തപ്പിത്തടയുന്ന, നമ്മുടെ കുടുംബത്തിനകത്തുള്ള അനേകരുണ്ട്, വെളിച്ചം കാണാത്ത, ഈ മാർഗത്തിന്റെ ശക്തി അറിയാത്ത, വചനത്തിന്റെ ആഴങ്ങൾ അറിയാത്ത അനേകരെ കൃപയിലേക്ക് കൊണ്ടുവരാനും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തത് ശ്രദ്ധിക്കണമേ, സാത്താന്റെ അധികാരത്തിങ്കൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും. സാത്താന്റെ അധികാരമുണ്ട്, വിടത്തില്ല, പിടിക്കും, വന്നിടത്ത് കൊണ്ട് തളയ്ക്കും, എൻ്റെ ആശ പൂർത്തീകരിക്കും, വാളൂരും, ഞാൻ നിഗ്രഹിക്കുമെന്ന് പറയുന്ന ഫറവോന്റെ ശക്തികളുണ്ട്. നിന്റെ അവകാശത്തെ കവർന്നെടുക്കാൻ വരുന്ന ലാബാന്റെ ശക്തികളുണ്ട്.
നിന്റെ പേര് ദേശത്ത് നിന്ന് മായ്ച്ചു കളയാൻ നിൽക്കുന്ന ആമാന്യ ശക്തികളുണ്ട്. എലിയാവേ, നിന്റെ ശുശ്രൂഷയെ തകിടം മറിച്ച് ആത്മശക്തിയെ ഇല്ലാതാക്കി ദേശത്ത് അഭിഷേകത്തെ ഇല്ലാതാക്കുന്ന ഒരു ഇസബലിന്റെ വ്യാപാരമുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാത്താന്റെ സകല അധികാരങ്ങളിൽ നിന്നും ബന്ധിക്കപ്പെട്ടവരോട് പുറത്തു വരാൻ പറയാനും കാരാഗ്രഹത്തിൽ ഇരിക്കുന്നവരെ കൊണ്ടുവരേണ്ടിടത്തേക്ക് കൊണ്ടുവന്ന് ആത്മശക്തിയോടെ നിർത്താനും ബലത്തിന്റെ വാക്കുകൾ പറയാനും സുവിശേഷത്തിന്റെ ശക്തിയാൽ അനേകരെ ഉറപ്പിക്കാനും ഇന്ന് പകൽ കർത്താവ് ചിലരെ ഉപയോഗിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സാത്താന്റെ അധികാരത്തിൽ നിൽക്കുന്ന ദൈവ ജനത്തിന്റെ ഇടയിൽ തന്നെ എഴുന്നേൽക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളുമായി കിടക്കുന്ന ഐനിയോസിനെ പോലെയുള്ളവർ വിശുദ്ധന്മാരുടെ ഇടയിൽ കിടക്കുക. പക്ഷേ അഭിഷേകമുള്ള ഒരു പത്രോസ് വന്ന് ഐനിയോസ് നീ എഴുന്നേൽക്കെന്ന് പറഞ്ഞപ്പോൾ 8 വർഷമായത് എഴുന്നേറ്റതുപോലെ, 38 വർഷമായതിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, 12 സംവത്സരമായതിലേക്ക് ശക്തി പുറപ്പെടുവിച്ചതുപോലെ, യേശുവിന്റെ നാമത്തിൽ 18 വർഷമായതിന്റെ മേൽ കൈവച്ചപ്പോൾ നിവർന്നതുപോലെ, ഇന്ന് പകൽ സാത്താൻ ബന്ധിച്ച അബ്രഹാമിന്റെ സന്തതിയായി ഞാൻ അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് പറഞ്ഞതുപോലെ സാത്താന്റെ അധികാരത്തിൽ നിന്ന്, ദുഷ്ടന്റെ ആധിപത്യത്തിൽ നിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരാൻ, ചില കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകും യേശുവിന്റെ നാമത്തിൽ. കർത്താവ് എന്തിനാ കണ്ടത് മനസ്സിലാക്കണം. സാത്താന്റെ അധികാരത്തിൽ നിന്ന്, കരാഗ്രഹത്തിൽ നിന്ന്, ഇരുട്ടത്തിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവിനെ അയച്ചിരിക്കുന്നു, കർത്താവിനെ നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയാൽ, അഭിഷേകത്താൽ, ആത്മാവിന്റെ കമാൻഡിനാൽ നിങ്ങളുടെ തലമുറകളാണോ കെട്ടപ്പെട്ടത്, അതിനെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളുടെ ഹസ്ബൻഡാണോ, നിങ്ങളുടെ വൈഫാണോ, ആരൊക്കെ ബന്ധിക്കപ്പെട്ടോ അവരെ സാത്താന്റെ നിങ്ങളുടെ പ്രസ്ഥാനത്തെ പിശാച് പിടിച്ചു നിർത്തിയെങ്കിൽ പറ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട പ്രസ്ഥാനമാണ് സാത്താന്റെ സകല അധികാരങ്ങളും വെച്ച സകല കല്ലുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഉരുണ്ടു മാറുന്നു. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ നിയോഗം വരട്ടെ. എന്നെ വിളിച്ചതെന്തിനാ? അടങ്ങിയിരിക്കാനല്ല. നിന്നെ തിരഞ്ഞെടുത്തതിനാണ്. സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം നിന്റെ മേൽ പ്രകാശിച്ചതിനാണ്. ഈ അഭിഷേകത്തിന്റെ ഈ തേജസ് കൊണ്ട് നിന്നെ മൂടിയതിനാണ്. ബന്ധിക്കപ്പെട്ടവർ, ഇരുളിൽ കിടക്കുന്നവർ ഈ തേജസ്സിലേക്ക് കൊണ്ടുവരാൻ ആ തേജസ് നിന്റെ അകത്തുണ്ട്. എന്നിട്ട് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം നിന്റെ മേലല്ല മൂടിയത്, ജാതികളെ മൂടുന്നു. കൂരിട്ട് മൂടുമ്പോൾ നീ അതിൻ്റെ നടുവിൽ എഴുന്നേറ്റ് പ്രകാശിക്കും. അന്ധകാരം ഭൂമിയെ കൂരിട്ട് ജാതികളെ മൂടും. നിന്റെ മേലെ ഹോവ ഉദിച്ചിരി. ആ ദൈവ തേജസ് ഉള്ളവൻ എഴുന്നേൽക്കണം. ബന്ധിക്കപ്പെട്ടവർ, സാത്താൻ്റെ അധികാരത്തിൽ കിടക്കുന്ന ചിലതിനെ നിങ്ങളുടെ ഏത് വിഷയമാകട്ടെ അതിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവദാസ നിന്റെ മേലെ അധികാരം നൽകിയിരിക്കുന്നു. നിനക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നല്ലോ, അതിനെ ജയിക്കാൻ കഴിയുന്നല്ലോ. നാളുകൾ നിന്നെ ശൂന്യമാക്കിയില്ലേ, അടച്ചു വെച്ചില്ലേ, അതിനെ ഇന്ന് പകൽ സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ബലവാനെ പിടിച്ചു കെട്ടാൻ ഇന്ന് പകൽ ആത്മാവിൽ നിയോഗമുള്ളവർ അഭിഷേകത്തോടെ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽ ഇരുട്ടിക്കിടക്കുന്ന ചിലരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, പാപത്തിൻ്റെ തടവറയിൽ കിടക്കുന്നവരെ ആത്മശക്തിയിലേക്ക് കൊണ്ടുവരാൻ, മാത്രമല്ല സാത്താൻ്റെ അധികാരത്തെ പൊട്ടിച്ചെറിയുന്ന ഒരു സ്പിരിച്വൽ അതോറിറ്റി അവിടുത്തെ ജനത്തിൻ്റെ മേൽ സ്വർഗം കൈമാറിയിരിക്കാൻ സ്തോത്രം. അത്ഭുതകരമായ റിലീസുകൾ ഇന്ന് പകൽ ചെയ്തിരിക്കാൻ സ്തോത്രം. അടഞ്ഞത് തുറക്കട്ടെ. മൂടി വെക്കപ്പെട്ട ചില നന്മകൾ അനുഭവിക്കാൻ കഴിയാതെ അതിനെ തടഞ്ഞു നിർത്തുന്ന മണ്ഡലങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ശ്വാസം തള്ളിപ്പായിച്ച് പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം. അങ്ങ് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ദൂതേറ്റെടുക്കൂ. സത്താൻ്റെ അധികാരത്തിൽ നിന്ന് അനേകരെ മോചിപ്പിക്കാൻ ദൈവം ഒരാത്മിക അധികാരം നമുക്ക് നൽകിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.